ഉണ്ടായിരിക്കട്ടെ. മാർ തിയോഫിലോസ് തിരുമേനിയുടെ സ്വർഗീയ ജന്മത്തിന്റെ 70-ാം വാർഷികം സ്മരിക്കുന്ന ഈ അവസരവേളയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തിൽ എന്നും ആദരവോടെ സ്മരിക്കപ്പെടുന്ന മഹാത്മാവാണ് യാക്കോബ് മാർ തിയോഫിലോസ് തിരുമേനി. ദൈവവിളിയോട് പൂർണ്ണമായി പ്രത്യർപ്പിച്ച ഒരു സന്യാസ ഹൃദയവും സഭയെ സ്നേഹിച്ച് അതിന്റെ വളർച്ചയ്ക്കായി ജീവിതം സമർപ്പിച്ച ഒരു ആത്മീയ പിതാവ്. 1891 ഫെബ്രുവരി 26 കോട്ടയം ജില്ലയിലെ ഒളശ്ശേരിയിൽ കളപ്പുരയ്ക്കൽ കുടുംബത്തിൽ എബ്രാഹിം തരകന്റെയും അച്ചാമ്മയുടെയും പടിഞ്ഞോൾ പുത്രനായി ജനിച്ചു. യാക്കോബ് എന്ന പേരിൽ മാമോദീസ സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ഒളശ്ശേരിയിലെ പ്രൈമറി സ്കൂളിലും തുടർന്നുള്ള വിദ്യാഭ്യാസം MD സെമിനാരിയിലും തുടർന്ന് പിതാവ് അവിടെ തന്നെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1920 ബദനി ആശ്രമത്തിൽ അംഗമാകുകയും 1924 വൈദികനായി അഭിഷിക്തനാകുകയും ചെയ്തു. തന്റെ ഗുരുവിന്റെ പാത പിന്തുടർന്ന് ഏതു ത്യാഗവും സ്വീകരിച്ച് MD സ്കൂൾ അധ്യാപനം അവസാനിപ്പിച്ച് ഗുരുവിനൊപ്പം സറാംപുരിയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ന അർത്ഥമുള്ള തിയോഫിലോസ് എന്ന നാമം സ്വീകരിച്ച തിരുമേനി പേരിന്റെ തുടർച്ചയെന്നോണം തന്റെ ആപ്തവാക്യമായി സ്വീകരിച്ച ദൈവത്തിന്റെ മഹത്വം, മനുഷ്യന്റെ സമാധാനം യാദൃച്ഛികമല്ല, തികച്ചും ദൈവപരിപാലനയിൽ തന്നെയാണത്. അതിനാലാണ് ബദനിയിൽ ഗുരുവച്ചൻ എന്നറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ബദനി ആശ്രമം സ്ഥാപിക്കുന്നതിൽ മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം പങ്കാളിയായി. ബദനിയിലെ ആബോ ഗീവർഗീസും യാക്കോബച്ചനും നേതൃത്വം നൽകിയ ആശ്രമ പ്രസ്ഥാനം സഭയുടെ ആത്മീയത ഉടച്ചുവാർത്തു. തന്റെ ദൈവത്തോടുള്ള ബന്ധം എന്നും സമ്പൂജിതമായി കരുതിയിരുന്ന തിരുമേനി തന്റെ ഗുരുവായ മാർ ഇവാനിയോസ് പിതാവിന്റെ നിഴലായി സഭാ നൗകിയെ നയിച്ചത് സുവിശേഷാധിഷ്ഠിതമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇരട്ടകൾ ഏറെ ശ്രദ്ധേയമാണ്. കായേനും ആബേലും, ഏശാവും യായേലും, മോശയും അഹ്റോനും, പത്രോസും പൗലോസും തുടങ്ങി ധാരാളം കാണാം. 2 ചെമ്പിൻ നാണയങ്ങൾ, 2 കുരുവികൾ, ഇങ്ങനെ പ്രശസ്തമായ സൂചനകൾ. കർത്താവ് ശിഷ്യന്മാരെ ഈ 2 പേരായി തനിക്ക് മുമ്പേ പറഞ്ഞയച്ചു. 2 പേരുടെയും സാക്ഷ്യം സത്യമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മാർ ഇവാനിയോസ് പിതാവും മാർ തിയോഫിലോസ് പിതാവും. തിരുവനന്തപുരവും തിരുവല്ലായും രൂപതകൾ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ. പത്രോസ് അടിസ്ഥാന ശിലയായപ്പോൾ പൗലോസ് സുവിശേഷ ശുശ്രൂഷയുടെ പ്രതീകമായി. അതുപോലെയായിരുന്നു 2 പിതാക്കന്മാരും. ആശയസമ്പുഷ്ടവും ബുദ്ധിമാനും അസാമാന്യധീരനും വിശ്വാസത്തിന്റെ ഗോപുരവുമായ മാർ ഇവാനിയോസ് പിതാവ്. എന്നാൽ സഹനത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുസരണത്തിന്റെയും വിനയത്തിന്റെയും അതിസുന്ദരമായ ആൾരൂപമായിരുന്നു മാർ തിയോഫിലോസ് പിതാവ്. ഇവർ ഒരുമിച്ചപ്പോഴാണ് തീരപ്രവാഹം ഉണ്ടായത്. അതിന്റെ ശീതളതയിൽ മലങ്കര സഭ എന്ന വടവൃക്ഷം പൂത്തലഞ്ഞു നിൽക്കുന്നത്. 1930 മാർ ഇവാനിയോസ് തിരുമേനിയും പിതാവും കൊല്ലം അരമനയിൽ വെച്ച സാർവത്രിക സഭ കൂട്ടായ്മയിൽ പ്രവേശിച്ചു. 1932 മലങ്കര കത്തോലിക്ക സഭ ഹൈറാർക്കി സ്ഥാപിതമാകുകയും 1933 തിരുവല്ല രൂപത കാനോനികമായി നിലവിൽ വരികയും പിതാവ് രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി നിയമിക്കപ്പെടുകയും ചെയ്തു. പിതാവിന്റെ ജീവിതം ഒരു തപസ്സായിരുന്നു. പാർപ്പിടമില്ല, കട്ടിലില്ല, 1 ഇഞ്ച് ഭൂമിയോ 1 രൂപയുടെ സമ്പാദ്യമോ സ്വത്തായി ഇല്ലാതെ ഹൈന്ദവ സ്നേഹിതനായ കുട്ടമ്പിള്ളയുടെ കുഴിയിലെ വീടെന്ന വാടക വീട്ടിൽ ആരംഭിച്ച പുനരൈക്യ ശുശ്രൂഷ 30ഉം 60ഉം 100ഉം മടങ്ങായി ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ശക്തമായ അടിത്തറ ഉറപ്പിക്കുവാൻ ദൈവം തന്റെ ഭക്തനായ മാർ തിയോഫിലോസ് പിതാവിനെ ഉപകരണമാക്കി. വിശ്വാസികൾക്ക് ഇടവക സംവിധാനവും പള്ളികളും സ്വരുക്കൂട്ടാനും രൂപതയ്ക്ക് ആവശ്യമായ ഭരണകേന്ദ്രം കാനോൻ നിയമപ്രകാരം ഉണ്ടാക്കുന്നതിനും ആത്മായ പ്രേക്ഷകരെ രൂപീകരിക്കുന്നതിനുമായി ഇന്നത്തെ MCയുടെ ആദ്യ രൂപമായ വിശ്വാസ സാക്ഷ്യ സംഘം എന്ന ആത്മായ സംഘടന രൂപീകരിക്കുന്നതിനും കാണിച്ച ദീർഘവീക്ഷണവും നേതൃത്വപാഠവും ചരിത്രത്തിന്റെ ഭാഗമാണ്. 1934 തിരുവല്ലയിൽ തുടങ്ങിയ സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസ്, സെന്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയം, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ചെറുപുഷ്പഗിരി അരമന, ഇൻഫന്റ് മേരീസ് മൈനർ സെമിനാരി, തിരുവല്ല ബദനി ആശ്രമം എല്ലാം ഇന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കാലത്തെ തേജോമയമായി നിലനിൽക്കുന്നു. അതോടൊപ്പം അനേകം മിഷൻ കേന്ദ്രങ്ങൾ, പുതിയ ദേവാലയങ്ങൾ, വിദ്യാലയങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ മാലാഖയ്ക്കടുത്ത തിരുമേനി എന്നറിയപ്പെടുന്ന കൊച്ചു തിരുമേനിയെ ഒരു വിശുദ്ധനായിട്ടാണ് ജനങ്ങൾ അംഗീകരിച്ച് ആദരിച്ചിരുന്നത്. ദരിദ്രരോടും രോഗികളോടും അവഗണിക്കപ്പെട്ടവരോടും അദ്ദേഹം പ്രകടിപ്പിച്ച സ്നേഹം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സ്നേഹത്തിന്റെ ഇടയൻ എന്ന നിലയിലും സ്ഥാനം നേടി.
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനാ ജീവിതമായിരുന്നു. എല്ലാറ്റിനും മുന്നിൽ ദൈവഹിതം അന്വേഷിക്കുകയും ദൈവപരിപാലനയിൽ അചഞ്ചല വിശ്വാസം പുലർത്തുകയും ചെയ്തു. ദൈവം വഴി തുറക്കുമെന്ന ഉറച്ച പ്രത്യാശ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു. തന്റെ ആരോഗ്യം അൾസൈമേഴ്സ് എന്ന രോഗം മൂലം ക്ഷയിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അധികാരം രോഗമില്ലാതെ രൂപതാഭരണം സന്തോഷത്തോടെ കൈമാറി പ്രാർത്ഥനയിലും വിശ്രമത്തിലുമായി ശിഷ്ടകാലം ചെലവഴിച്ച തിരുമേനി 1956 ജൂൺ 27 കാലം ചെയ്തു. തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ അടക്കം ചെയ്യപ്പെട്ടു. വിശ്വാസത്തിൽ ഉറച്ച് സേവനത്തിൽ പ്രാർത്ഥനയിൽ വിനയത്തോടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിതമാണ് യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യമെന്ന് തിരുമേനിയുടെ മുഖമുദ്ര നമുക്കും പ്രാപ്തമാക്കാം. നന്ദി, നമസ്കാരം.